സമീപകാലത്തായി വിദേശ മാർക്കറ്റിൽ മലയാള സിനിമയ്ക്ക് വന്നിരിക്കുന്ന വളർച്ച വളരെ വലുതാണ്. ഒരു കാലത്ത് ഗൾഫ് മാത്രമായിരുന്നു മോളിവുഡിന്റെ ഓവർസീസ് മാർക്കറ്റ്. എന്നാൽ ഇന്നത് മലയാളികളുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലുമായി വ്യാപിച്ചു കഴിഞ്ഞു. തെന്നിന്ത്യൻ ഭാഷാ സിനിമകളെ മാത്രമല്ല ബോളിവുഡിനെ പോലും ഞെട്ടിക്കുന്ന നിലയിലേക്കാണ് വിദേശ കളക്ഷനിൽ മലയാള സിനിമകളുടെ വളർച്ച. ഇപ്പോഴത്തെ 2025 വിദേശ മാർക്കറ്റുകളിൽ $10 മില്യൺ അധികം കളക്ഷൻ നേടിയ ഇന്ത്യൻ സിനിമകളുടെ പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ആകെ 3 ചിത്രങ്ങളാണ് ഈ വർഷം മലയാള സിനിമയിൽ നിന്ന് നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. അതിൽ തന്നെ 2 മലയാള സിനിമകളാണെന്നത് അഭിമാനകരമാണ്. വിദേശത്തു നിന്ന് ഈ വർഷം 85 കോടിയിലധികം നേടിയ ഇന്ത്യൻ ചിത്രങ്ങളുടെ പട്ടികയിലുള്ള 3 സിനിമകളിൽ 2 മലയാളത്തിൽ നിന്ന് എത്തിയപ്പോൾ ശേഷിക്കുന്ന 1 ബോളിവുഡിൽ നിന്നുള്ളതാണ്. 2 മലയാള ചിത്രങ്ങളിലെയും നായകൻ മോഹൻലാൽ തന്നെയാണ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എമ്പുരാനാണ് ആദ്യ സ്ഥാനത്ത് നിൽക്കുന്നത്. കണക്കുകൾ പ്രകാരം 143 കോടി രൂപയാണ് എമ്പുരാന്റെ ഓവർസീസ് ബോക്സ് ഓഫീസ് കളക്ഷൻ. മോഹൻലാലിന്റെ തന്നെ ഇപ്പോഴും തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന തരുൺമൂർത്തി ചിത്രം തുടരും ആണ് 2ാം സ്ഥാനത്ത്. 17 ദിവസം കൊണ്ട് 89 കോടി രൂപയാണ് തുടരും വിദേശത്ത് നിന്ന് നേടിയിരിക്കുന്നത്. ഹിന്ദി സിനിമാ പ്രേമികൾക്കിടയിൽ ഈ വർഷം വൻ വിജയം നേടിയ ഛാവയാണ് പട്ടികയിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 87 കോടി രൂപയാണ് ഛാവയുടെ ഓവർസീസ് കളക്ഷൻ. 130 കോടി ബജറ്റിൽ പുറത്തിറങ്ങിയ ഛാവ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 809 കോടി രൂപയാണ് നേടിയത്. ചിത്രം നേടിയ കളക്ഷന്റെ ബഹുഭൂരിപക്ഷവും നേടിയത് ഇന്ത്യയിൽ നിന്ന് തന്നെയായിരുന്നു. വൻ പ്രീ റിലീസ് ഹൈപ്പുമായി എത്തിയ എമ്പുരാൻ സമ്മിശ്ര പ്രതികരണമാണ് നേടിയതെങ്കിൽ പോലും ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 268 കോടി രൂപ കളക്ഷനായി ചിത്രം നേടി. അതേസമയം സമീപ വർഷങ്ങളിൽ ഒരു മോഹൻലാൽ ചിത്രം നേടിയ ഏറ്റവും വലിയ പോസിറ്റീവ് പ്രതികരണങ്ങളാണ് തുടരും നേടിയത്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതിനകം 200 കോടി ക്ലബിൽ എത്തിയിട്ടുണ്ട് ചിത്രം. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.